അതായത് എന്റെ വീടിന്റെ പരിസരത്ത് കുറച്ച് ആളുകൾ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10th പാസ്സായിട്ടുള്ള ആളുകളുണ്ട്. ആളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു പാസ്, അതായത് ഒരു ജയിച്ച കുട്ടി എന്ന് പറയാൻ ഞാനും വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഒരെണ്ണത്തില് ഫെയിലായെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആള് കള്ളം പറഞ്ഞതായിരുന്നു. അപ്പൊ അവിടുത്തെ മുഴുവൻ വിശേഷം എന്തായിരുന്നു? ഒരു 10ാം ക്ലാസ് വിജയിച്ച ഒരു വ്യക്തി, അല്ലെ, ആ നാട്ടിലെ വ്യക്തി എന്ന് പറഞ്ഞിട്ട്, അതായത് 10-15 വർഷത്തിന് ശേഷം ഉണ്ടായതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട. അതായത് ഒരു കുശുമ്പ് പറയുന്ന ഒരു സംഭവം എല്ലാ നാട്ടിലും ഉണ്ടല്ലോ. അപ്പോ പഠിപ്പിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എന്താണ്, കല്യാണം കഴിച്ചു വിടല്ലേ, അപ്പൊ എന്തിനാ പഠിപ്പിക്കണേ? പക്ഷെ എന്റെ അച്ഛനെ എടുത്തൊരു തീരുമാനം മനസ്സിലാവുണ്ടോ? അതായത് ഏട്ടന്മാര് പഠിച്ചിട്ടില്ല, അച്ഛനമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അവരൊക്കെ ചെറിയ ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കണത്. അപ്പം അവർക്കുണ്ടാവുന്ന കുഞ്ഞനീത്തി. അപ്പൊ ഞങ്ങൾക്ക് കിട്ടാത്ത സംഭവം എന്താണ്, എന്റെ അനീത്തി പഠിക്കണം എന്നുള്ളത് ഏട്ടന്മാരും തീരുമാനിച്ചു. അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം തന്നു. ഡിഗ്രിക്ക് എല്ലാത്തിനും ഗവൺമെന്റിൽ തന്നെ ഞാൻ പഠിച്ചത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണെങ്കിലും എന്റെ ഹസ്ബൻഡ് പേര് സതീഷാണ്. വളരെയധികം എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സതീഷ് സാറാണ്. ഓക്കെ, അപ്പം അതിലുപരി ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം ഫിജിക്കാട്ടിനെ ഒരിക്കൽ തള്ളി പറഞ്ഞാലും ഇപ്പൊ നിങ്ങളൊക്കെ ഇതിൽ കയറി വന്ന ആളുകളൊക്കെ എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല. ഇന്നും സപ്പോർട്ട് ഇല്ലാത്ത കുറെ പേരുണ്ടാവും. ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാര് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഭാര്യ ആണെങ്കിൽ ഭർത്താവോ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതൊന്നും നോ മാറ്റർ, അതൊന്നും ഇതിൽ നമുക്ക് കൊണ്ടിടുകയേ വേണ്ട കേട്ടോ. അതൊക്കെ പിന്നീട് ശരിയായിക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെ സതീഷ് സാർ അത് മനസ്സിലാക്കി എന്റെ കൂടെ ഇന്ന് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇന്ന് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് വളരെയധികം സന്തോഷം. പിന്നെ ഈ ഒരു ഫിജിക്കാർഡ് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ചങ്കൂറ്റത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു ഗഡ്സ് തന്നത് ഫിജിക്കാർഡാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഓഡിബിൾ ആണോ, വിസിബിൾ ആണോ, അല്ലെ? കാണാൻ ഇതൊക്കെ എവിടുന്ന് കിട്ടിയിട്ടുള്ള വാക്കുകളാണ്, ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വാക്കുകളാണ്. അതേപോലെ ആരെ കണ്ടാലും ഒന്ന് സ്മൈൽ ചെയ്യാൻ പഠിച്ചത് ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ടാണ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ ഞാൻ എന്റെ കഥ പറയാനല്ല അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞു എന്ന് മാത്രം. ഇത് ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ബാക്കിൽ നമുക്ക് കിട്ടാറുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നെഗറ്റീവ് എന്നല്ല ഞാൻ പറയണത്, നമുക്കുള്ള ഊർജം. മനസ്സിലാവുണ്ടോ? ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് ഉണ്ടല്ലോ, NS ടീം ലീഡേഴ്സ് വരെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണോ, ആരെന്ത് പറഞ്ഞോ അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കാൻ നോക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യണ എന്റെ മാനേജർ എന്താണോ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അവിടെയുള്ള സ്റ്റാഫുകൾ എന്താണോ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതേപോലെ എന്റെ കുടുംബത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, എന്റെ പഴയ ഫ്രണ്ട്സ് എന്താണോ പറയുന്നത്, നാട്ടുകാരെന്താണോ എന്ത് പറഞ്ഞാലും, എന്റെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലാവണം? അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടുന്നതെല്ലാം വളർച്ചയ്ക്കുള്ളതാണ്, അതിന്റെ വളമാണത്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വന്നു, കുറച്ചു കാലമായി, ഒന്നും ആയില്ല, അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മൾ ചെയ്യണത് ബിസിനസ് ആണ്. ഓക്കെ, അത് ആദ്യം മൈൻഡിലേക്ക് കയറ്റുക. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിനും വലിയൊരു കാര്യം എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുക്കളയിലുള്ളവർ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ആ സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ ഞാൻ പറയുമ്പോ കേട്ടാൽ മതി എന്ന് വിചാരിച്ച് ഫോൺ ഒരു ഭാഗത്തും, അല്ലെ, ആളുകൾ ഒരു ഭാഗത്തുമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. ഓക്കെ, ശാന്ത മാം, എന്റെ സ്ക്രീൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ശാന്ത മാം ഓക്കെ ആണോ? യെസ് മാം, ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു ശാന്ത മാം, താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ, ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ടൈം ഈസ് നോട്ട് റീഫണ്ടബിൾ, യൂസ് ഇറ്റ് വിത്ത് ഇന്റൻഷൻ, അല്ലെ? അവിടെ ഇങ്ങനെ ഒരു തരികളായിട്ട് ആ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്താണ് നമ്മൾ ഇതിൽ അർത്ഥമാക്കുന്നത്? ഇപ്പൊ നമ്മുടെ ജീവിതം ആയിക്കോട്ടെ, അല്ലെ, നമ്മുടെ വയസ്സെന്ന് പറയണതായിക്കോട്ടെ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും 24 മണിക്കൂറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 24 മണിക്കൂറിൽ നമ്മൾ പകുതിയോളം അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറോളം ഉറങ്ങി തീർക്കുന്നുണ്ട്, അല്ലെ? ആ ഉറങ്ങി തീർക്കുന്നതല്ലാതെ
കുറച്ച് ആളുകൾ എന്താണ് അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് പണിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ജോലിയും തീർത്തിട്ട് കിട്ടുന്ന സമയം കുറവാണ്. ഓക്കെ, അപ്പൊ ബിസിനസ്സുകാർ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് അല്ലെ? നമ്മൾ എപ്പോഴും ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ യൂസഫ് അലി സാറ്, അതേപോലെ തന്നെ നമ്മുടെ ബോബി സാറ്, അങ്ങനെയുള്ള ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകളായിട്ടുള്ള ആളുകൾ എങ്ങനെ ഇത്രത്തോളം എത്തി എന്നുള്ളത്. അത് ഒരു പോയിന്റ് ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. എന്താണ് അവര്, അതായത് സ്വന്തം ടൈം മാത്രമല്ല മറ്റുള്ളവരുടെ ടൈമും കൂടി എടുത്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു എന്താ പറയാ ബിസിനസ്സിൽ തന്നെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ സമയത്തെ നമ്മൾ വാല്യൂ കൊടുക്കുക. അതായത് ഇപ്പൊ ഞാനൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെ, ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സൗണ്ട് ഉണ്ടാക്കണം അല്ലെ. അല്ലാതെ നമ്മൾ പോയ സൗണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ തുടക്കം പറഞ്ഞിട്ടുള്ള നമ്മളെ ഈ ഒരു സെഷൻ തുടങ്ങുന്ന സമയത്ത് തുടക്കം പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പോ ഏതു കാര്യത്തിനാണെങ്കിലും സമയം എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഒരു സെഷൻ 8 മണിക്കുള്ള ഒരു പ്രോഗ്രാം അല്ലെ, ഒരു 8:05 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 8:05 മുൻപ് നമുക്കതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ആർക്ക് വേണം ഉത്തരവാദിത്വം? നമുക്ക് വേണം. അത് ഈ ഒരു പ്രോഗ്രാം മാത്രമാണോ? ഒരിക്കലും അല്ല. നമുക്ക് കിട്ടുന്ന 7 AM പ്രോഗ്രാം ആയിക്കോട്ടെ, ഇപ്പൊ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത് കുറച്ച് വന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ കുറച്ച് മാസമായി അവരുണ്ടാവും, കുറച്ച് വർഷമായ ആളുകൾ ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് അലാറം സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിനെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതേപോലെ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു പഞ്ച്വാലിറ്റി, ഒരു ടൈമിന് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ട്രെയിനിങ് എന്താണ്? ട്രെയിനിങ് മാത്രമാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, പ്രൊഫഷണൽ ആക്കി മാറ്റുന്നത്. ഓക്കെ, അത് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ട ട്രെയിനിങ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഒന്ന് എഴുതാൻ പഠിക്കണം അല്ലെ, ഒരു തുടക്കക്കാരിയാണ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണ്, സ്കൂളിലോട്ട് പോകുന്നു. ആ കുട്ടി ചൊല്ലുന്ന ഓരോ വാക്കും, എഴുതുന്ന ഓരോ വാക്കും റിപ്പീറ്റേഷൻ വന്ന് ആ കുട്ടി അതിൽ എക്സ്പേർട്ട് ആകുന്നത് എപ്പോഴാ? ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടി അത് ട്രെയിൻ ചെയ്ത് വരണോണ്ടാണ്. ഓക്കെ, അതേപോലെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശാന്ത മാഡം എന്താണ് വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്. ആൾ ആദ്യം പോയി ബില്ല് അടിക്കണ സമയത്ത് എടുത്ത ടൈം അല്ല ഇപ്പൊ പോയിട്ട് ചെയ്യാനുണ്ടാവുക. കാരണം എന്താ? അതിൽ ട്രെയിൻ ചെയ്ത് എക്സ്പേർട്ട് ആയി മാറി എന്നുള്ളതാണ് അല്ലെ. ഇപ്പം ടൈലർമാരുണ്ടാവാം, അതേപോലെ തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഡ്രൈവിംഗ് ഒക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ തുടക്കം ഉള്ളതിനേക്കാൾ ഈസി ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ കുക്കിംഗ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ട്രെയിനിങ് ഉള്ളത് കൊണ്ടാണ് അവർ അതിൽ എക്സ്പേർട്ട് ആവുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, ഇവിടെ നമ്മൾ 1 രൂപ ചെലവില്ലാതെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ട്രെയിനിങ് കിട്ടുന്നത്. അപ്പൊ ഒരു ട്രെയിനിങ്ങിലൂടെ ഇപ്പം എനിക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ശാന്ത മേഡം ആണെങ്കിലും ഞാനാണെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന ഓരോരുത്തരും ആരാണെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം അല്ലെ, നമുക്കത് ഫിജിറ്റൽ അക്കാദമി തരുന്ന ഓരോ ട്രെയിനിങ്ങും, നമ്മുടെ ടീമിൽ തരുന്ന ട്രെയിനിങ്ങും, ലീഡേഴ്സ് തരുന്ന ട്രെയിനിങ്ങും, അതിലൂടെയാണ് നമുക്ക് മാറ്റം വന്നിട്ടുള്ളത്. ഇതേ സമയം നമ്മളൊരു ഡോക്ടറേറ്റ് എടുത്തു അല്ലെ, ഒരു MBBS പഠിച്ച് ഒരു ഡോക്ടറായി മാറണമെങ്കിൽ അവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് അറിവ് നേടി അതിൽ പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ ആവുന്നത്. ഓക്കെ, അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രെയിനിങ് തരുന്ന ഫിജിറ്റൽ അക്കാദമി ആയിക്കോട്ടെ, നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ആയിക്കോട്ടെ, വളരെയധികം അല്ലെ നമുക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ആണ് നമുക്ക് മസ്റ്റ് ആണ്. ട്രെയിനിങ്ങിലൂടെയാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പിന്നെ എന്നും നമ്മൾ മോർണിംഗിൽ 7 AM കാണുന്ന സമയത്ത് എല്ലാവരുടെ ചിന്താഗതി എന്താണെന്നറിയോ? ഇതെന്നും കേൾക്കുന്നതല്ലേ, എന്നും കാണുന്നതല്ലേ എന്നുള്ളത്. കുറേ അധികം പേര്, ഞാൻ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഞാൻ എന്റെ ചിന്താഗതി മാറ്റി. എന്തുകൊണ്ടാണെന്നറിയോ? അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മാറ്റം വന്നെന്നുള്ളത് ഞാൻ ഉൾക്കൊണ്ടു. ഓക്കെ, എന്റെ ടീമിലുള്ള ആളുകൾ ഉൾക്കൊണ്ടു. അപ്പൊ എല്ലാവർക്കും ട്രെയിനിങ് വേണം. ട്രെയിനിങ് മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ വിജയിക്കാനും. ഇപ്പൊ കുറെ ആയിട്ട് ഒരു ട്രെയിനിങ്ങിൽ കയറാത്ത ഒരു വ്യക്തി ഒരു ട്രെയിനിങ്ങിൽ ആദ്യമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കയറിയെന്ന് വെക്കൂ. ആ വ്യക്തി ചിലപ്പം കുറച്ച് നെഗറ്റീവ് അടിച്ച് കുറെ ആളുകൾ അവരെ കളിയാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് പിന്നോട്ടം അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിനിങ് സെഷൻ ആയിരിക്കും അവർക്കൊരു മാറ്റം കൊണ്ടുവരിക. ഓക്കെ, എന്തായാലും വീട്ടിൽ നിന്ന് നമുക്കൊരു പ്രചോദനമായി ഒരു നമ്മളെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് തന്നിട്ട് പ്രചോദനം തന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും നമ്മൾ എന്ത് ചെയ്യുക? പുഷ് ചെയ്യില്ല അല്ലെ. നീ അങ്ങനെ ആവും, നീ ഇങ്ങനെ ആവണം എന്നുള്ളത് ആരും പറയില്ല. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, നമ്മുടെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരെന്താ പറയാ? നിനക്ക് നല്ല കഴിവുണ്ട് അല്ലെ, നമ്മൾ നല്ല രീതിയിൽ മുന്നേറണം, നല്ല റാങ്കിൽ നമ്മൾ എത്തണം എന്നുള്ളത് നമ്മളോട് പറയുക. അപ്പൊ ക്ഷമയോടെ കാത്തിരിക്കുക, പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക,
ട്രെയിനിങ്ങുകൾ ആരും മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, റെസ്പെക്ട് യുവർ അപ്ലൈൻ. യുവർ അപ്ലൈൻ ഓൾവേസ് ട്രൈ ടു ഗുഡ് സംതിങ് ഫോർ യു. ഇവിടെ 2 ബൗളുണ്ട് അല്ലെ? ആ പിക്ചറിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. 2 ബൗളുണ്ട്. ആ 2 ബൗളില് 2 പാത്രങ്ങളില് ഒന്ന് ഇവിടെ ഡൗൺ ലൈൻ അപ്ലൈൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ 2 ബൗളില് ഒരു ബൗളില് എന്താണ് നിറയെ വെള്ളമുണ്ട് അല്ലെ? അതൊരു ഫിഷ് ഇങ്ങനെ താങ്ങി നിൽക്കുന്നുണ്ട്. മറ്റേ ബൗളില് താഴെയുള്ള ബൗളില് വെള്ളം കുറവാണ്. എന്താണ് ആ ഫിഷിന് വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മളിതിൽ കയറി വന്നു. നമുക്ക് കയറി വന്ന ആളുകൾക്ക്, അതായത് ജോയിൻ ചെയ്ത് ഇന്നലെ ജോയിൻ ചെയ്തവരുണ്ടാവാം കേട്ടോ, ഇതില് ഇന്ന് ജോയിൻ ചെയ്തവരും ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് അറിയില്ല അല്ലെ? നമ്മുടെ ഫിജിക്കാർട്ട് എന്താണെന്നോ, അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ കൃത്യമായിട്ട് എന്താണെന്നോ, മാനേജ്മെന്റ് എന്താണെന്നോ, അല്ലെങ്കിൽ വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം എന്താണെന്നോ നമുക്ക് അറിയില്ല. അപ്പോ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് അറിവ് എവിടെ നിന്ന് കിട്ടണം? നമ്മളെ കൊണ്ടുവന്ന വ്യക്തികളോ അതിന് മുകളിലുള്ള ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടണം, ആണല്ലോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ജീവൻ പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അതുകൊണ്ട് അതിന്റെ എന്താണ് ജീവൻ നഷ്ടപ്പെടാന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ അടുത്ത ബൗളിലുള്ള ആ വെള്ളം ആ ഫിഷ് കൊടുക്കുകയാണ് അല്ലെ? പ്ലീസ് ഗീവ് റെസ്പെക്ട് യുവർ അപ്ലൈൻ. നമ്മൾ ഒരിക്കലും നമ്മുടെ കൊണ്ടുവന്ന വ്യക്തി പ്രായം കുറഞ്ഞതോ വിദ്യാഭ്യാസം കുറവോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലെന്നോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. മനസ്സിലാവുണ്ടോ? എവിടുന്നാണോ നമുക്ക് അറിവ് കിട്ടുക. ചില ആളുകൾ പറയും എന്താണ് എന്നെ കൊണ്ടുവന്ന വ്യക്തി ഇവിടെ ഇല്ല മാഡം, ഇല്ല സാർ എന്ന് പറയും അല്ലേ? ഇപ്പൊ എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്നെ കൊണ്ടുവന്ന അപ്ലൈൻ ഇവിടെ ഇല്ല. മനസ്സിലാവുണ്ടോ? ആ വ്യക്തി ഇവിടെ ഒന്നും വർക്കിംഗ് അല്ല. പക്ഷെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ബോബി ചെമ്മണ്ണൂർ സാറ് 163 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് നമ്മളുള്ളത് അല്ലെ? ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർ ആരാണോ അവരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കണം. ഇപ്പൊ നിങ്ങളൊരു പുതിയൊരു ആളാണ്, മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തു, ശാന്ത മാം എന്റെ ഒരു പാർട്ട്ണറാണ്. ഞാൻ ആ വ്യക്തിയെ പുതുതായിട്ട് ഇപ്പൊ എന്റെ താഴെ ഞാൻ ഫസ്റ്റ് പാർട്ട്ണറായിട്ട് എന്റെ വ്യക്തിയായിട്ട് വന്നു എന്ന് വെക്കുക. ശാന്ത മാഡത്തിന് ഞാൻ എന്തൊക്കെ അറിവുകൾ നേടിയിട്ടുണ്ടോ ആ അറിവ് അവിടെ എത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു വ്യക്തി എന്നെ പോലെ ഡ്യൂപ്ലിക്കേഷൻ ആ വ്യക്തിയുടെ താഴെ വരുന്ന ആൾക്കും കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മളിലൂടെ വരുന്ന ആളുകൾക്കും നമ്മുടെ ടീമിലും എത്തിക്കുക എന്നുള്ളതാണ്. അത് പരസ്പരം എന്ത് ചെയ്യണം? പാർട്ട്ണറും ലീഡറും, ഇവിടെ പാർട്ട്ണറും ലീഡറും എന്നല്ല, എല്ലാവരും ഫിജിക്കാർട്ട് മെമ്പേഴ്സ് തന്നെയാണ്. അത് റെസ്പെക്ട് ചെയ്തുകൊണ്ടും വേണ്ട അറിവുകൾ എത്തിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്, ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. ഇതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതല്ല. ഇപ്പൊ നമ്മള് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൈക്കോട്ടെടുത്ത് വെട്ടി അല്ലെ നല്ലപോലെ പണിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇന്ന് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ ഏരിയകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ട്, വിറക് കീറുന്ന ആളുകളുണ്ട്, കഷ്ടപ്പെട്ട് കെട്ടിട പണിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ലക്കിൽ വിശ്വസിക്കാൻ പാടില്ല. അതൊക്കെ അവന്റെ ഭാഗ്യമാണ്, അതൊക്കെ അവളുടെ ഭാഗ്യമാണ്. അങ്ങനെയല്ല, നമ്മളിവിടെ പ്രോപ്പർ ആയിട്ട് കമ്പനി ഒരു സിസ്റ്റം പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുക, ടീമിന്റെ കൂടെയും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ലക്കിനെ വിശ്വസിക്കരുത്, നമ്മൾ എന്ത് ചെയ്യുക? പ്രവൃത്തിയെ വിശ്വസിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം പേപ്പർ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. മാർച്ച് 19 പഠിച്ചിറങ്ങിയ 40% പേർക്കും ജോലി ഇല്ല എന്നുള്ളത് സത്യമുള്ള കാര്യമല്ലേ? എത്രങ്ങാനും അപ്ലിക്കേഷനാണ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ? മുമ്പൊക്കെ കുറച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് അധികം ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ന്യൂസ് പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ പറയണത് എന്താണെന്നറിയോ? അതായത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു സൺ ന്യൂസിൽ വന്നിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. അതായത് 2023 കണക്കനുസരിച്ച്, അതായത് സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ 2026 റിപ്പോർട്ട് പ്രകാരം അവിടെ പറയണ കാര്യം എന്താണെന്നറിയോ? അതായത് 2023 കണക്കനുസരിച്ച് 20-നും 29-നും ഇടയിലുള്ള പ്രായമുള്ള യുവാക്കൾ, അത് യുവതി ആയിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ, 67% തൊഴിലില്ലാത്ത ആളുകളാണെന്നാ പറയുന്നത്. ഓക്കെ, അതായത് 2004 1.9 കോടി ബിരുദധാരികൾ ഉണ്ടായിരുന്നു, അതായത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. 2023-24 ആവണ കാലഘട്ടത്തില് 6.3 കോടി. ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മള്. അതായത് ഓരോ 5 വർഷം കൂടുന്ന സമയത്തും ഇവിടെ 10 മടങ്ങ് ആളുകൾ
വന്നുകൊണ്ടേയിരിക്കുകയാണ്. 5 ലക്ഷം ദശലക്ഷം ആളുകൾ പുതിയ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രതിവർഷം ഒരു 2.8 ദശലക്ഷം ജോലിയാണ് അവർക്ക് ലഭിക്കണമെങ്കിൽ അതിൽ കിട്ടുന്ന, അതായത് ഒരു സ്ഥിര വരുമാനമായിട്ട് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 1.7 ദശലക്ഷം ആളുകളാണ് പറയണത്. 1.7 മില്യൺ ആളുകൾക്കാണ് അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവാണ് അല്ലെ. അതായത് ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിൽ PSC എന്ന് പറയുമ്പോൾ ഭയങ്കര ഹരമായിട്ടിരുന്നതാണ്. കുറെയൊക്കെ ഒരു 3-4 വർഷമൊക്കെ PSCക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പം കല്യാണം അല്ലെങ്കിൽ ഫംഗ്ഷനുകള് വേറെ ഒരു കാര്യത്തിനും പോവാതെ എന്നും ആ ബുക്കിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇന്നത്തെ കുട്ടികൾ, അതായത് എത്രങ്ങാനും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പഠിച്ച് ജോലി കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ലോയേഴ്സോ ഒക്കെ വക്കീലന്മാരൊക്കെ ആവുന്ന ടൈമിൽ ഒരു 5 വർഷ കോഴ്സും 3 വർഷ കോഴ്സും എന്താണ് നല്ല ലക്ഷങ്ങൾ മുടക്കി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചിറങ്ങിയ ശേഷവും അവർക്ക് സ്ട്രെസ് ആണ് അല്ലെ. IT ഫീൽഡ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് ഒരുപാട് പേർക്ക്. അതൊക്കെ വിട്ടു വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ AI വന്നതുകൊണ്ട് 16,000 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിരുന്നുണ്ട്. എന്താണ് ഇന്ന് ആ ഒരു ജോലിയൊക്കെ ഏറ്റെടുക്കാൻ എന്താ പറയാ റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചൈനയിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്രങ്ങാനും റോബോട്ടുകളെയാണ് നിർത്തിയിരിക്കുന്നത്. ആളുകളുടെ എണ്ണം കുറച്ചു. ഇനിയിപ്പോ ഗവൺമെന്റ് തന്നെ, ഇപ്പൊ നമ്മുടെ ബാങ്ക്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്, ഇപ്പൊ ബാങ്കിങ് മേഖലയിൽ പുതിയ ആളുകളുടെ എണ്ണം എടുക്കുന്നത് കുറഞ്ഞു. മുമ്പ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ 10, 20, 25 പേരെയൊക്കെ വെച്ചാലും പ്രശ്നമില്ല, 15 പേരോളൊക്കെ വെക്കാം. പക്ഷെ ഇന്ന് എന്താണ് ആളുകളുടെ എണ്ണം കുറഞ്ഞു. GPay, PhonePe ഇതെല്ലാം വന്നത് കൊണ്ട് അക്കൗണ്ട് വരെ നമ്മുടെ ഫോണിൽ തുടങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുന്ന സമയത്ത് എന്താണ് അവരുടെ ജോലി എന്താണ് ഈസിയാണ്, അവർക്ക് സാലറി കൊടുക്കണ്ട, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പേപ്പർ കട്ടിങ് കണ്ടത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി സാറ് പറയുന്നുണ്ട്, ഇന്ത്യസ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് ജംപ്ഡ് അല്ലെ 10x ഇൻ ഡിക്കേഡ്, ടച്ച് 30K crore. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദശാബ്ദത്തിന്റെ ഉള്ളിൽ ഒരു 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് 30,000 കോടി രൂപയിൽ എത്തിന്നാ പറയണത് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താ? ഡയറക്ട് സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഇന്ത്യക്ക് ഇത്രയും വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവാൻ പോകുന്നത് ഈ ഒരു മേഖലയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം എഴുതാൻ അറിയാത്ത ആളുകൾ, വായിക്കാൻ അറിയാത്ത ആളുകൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അറിവുള്ള ആളുകളും അല്ലെങ്കിൽ അവരെക്കാൾ കഴിവുള്ള ആളുകളെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വിടുന്നില്ലേ നമ്മുടെ ഗ്രൂപ്പുകളിൽ അല്ലെ. നമുക്കറിയാം, നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. ഒരാളുടെ പേരെന്നല്ല, നിരവധി ലീഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ അറിവുള്ള ലീഡേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അവരുടെ അറിവ് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് നമുക്ക് അറിവ് വർദ്ധിക്കുക ചെയ്യുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിങ്ങിലൂടെ വരുമാനം കൂടുതൽ ഉണ്ടാക്കുന്നത്? അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് കുറവാണ് അല്ലെ. നമ്മൾ മുമ്പ് മുതലേ പറയാറുള്ളതാണ്, അതിനെക്കുറിച്ചുള്ള അറിവ് കുറവായത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് ഏറ്റെടുക്കാൻ. ഓക്കെ, അപ്പോ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പറയുന്നുണ്ട്, പ്രഹ്ലാദ് സാർ പറയുന്നുണ്ട്, എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇനി മുന്നേറാൻ പോകുന്നത് അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. അത് 30,000 കോടിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതായത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് തന്നെയാണല്ലോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്? ഇത് തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അൺലിമിറ്റഡ് ഇൻകം. നമുക്കറിയാലോ, നമ്മുടെ പ്ലാനില് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 6 ടൈപ്പ് ഓഫ് ഇൻകം, 6 തരം വരുമാനം ഉണ്ട് അല്ലെ. അപ്പൊ ഈ 6 തരം വരുമാനത്തില് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോ ഇവിടെ ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പൊ ആ 6 തരം വരുമാനത്തിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതിന്റെ പ്ലാൻ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അല്ലെ. അതേപോലെ നോ ബോസ് ബട്ട് മെനി ഹെൽപ്പിംഗ് ഹാൻഡ്സ് അല്ലെ. ഇവിടെ നമുക്കൊരു ബോസ് ഇല്ല. ഇപ്പൊ എന്നോട് പറയാണ് എന്റെ അപ്ലൈൻ, അതായത് എന്നെ കൊണ്ടുവന്ന വ്യക്തി ഇല്ലെങ്കിൽ പോലും അതിന് മുകളിലുള്ള ആളുകൾ ഉണ്ടല്ലോ, എന്നോട് പറയണം ഇത് തന്നെ ചെയ്യണം കേട്ടോ, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ സരിത മാഡത്തിനെ ഈ ഫിജി കാർഡിൽ നിന്ന് പുറത്താക്കും. ആരെങ്കിലും പറയോ? ആരും പറയില്ല അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ വാല്യൂ എന്താണെന്നും അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ പ്ലാനും നമ്മുടെ മാനേജ്മെന്റും ഇതൊക്കെ മനസ്സിലാക്കിയ, ലീഗൽ വശങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഇൻകം അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്.
അതേപോലെ നമുക്കൊരു ബോസ് ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഇവിടെ ഒരുപാട് പേരുണ്ട്. നോ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? കുറെ ആളുകളൊക്കെ മുമ്പ് കേട്ടോ, കുറെ ആളുകൾ പറയാറുണ്ട്, ഞാൻ ഇത്ര രൂപ മുടക്കിയിട്ടാ വന്ന്, ഞാൻ ഇത്ര രൂപ മുടക്കിയിട്ടാ വന്നെന്നുള്ളത്. ഇത്ര രൂപ മുടക്കുകയാണെങ്കിൽ ആ മുടക്കിയത് സാധനം നമുക്ക് കിട്ടുന്നില്ലേ? അല്ലെ? അപ്പൊ നമ്മൾ കാശ് കൊടുത്തു, അതിന് സാധനം മേടിച്ചു, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് മുടക്കി എന്നല്ല പറയാ. നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിയാൽ ആരെങ്കിലും മുടക്കി എന്ന് പറയോ? അത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞാനൊരു ഷോപ്പ് ഇട്ടു, ആ ഷോപ്പിന് വേണ്ടി ഞാൻ 10 ലക്ഷം രൂപ ഇറക്കി, ബിൽഡിംഗ് കെട്ടി, അതിന് പെർമിറ്റ് എടുത്ത്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലാണ് അത് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഫ്ലെക്സിബിൾ ടൈമാണ്. അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന സമയങ്ങളെല്ലാം ഫിജിക്കാർട്ടിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ആളെ പോയി കാണുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന് മറ്റുള്ള ആളുകൾക്ക് സൂമിലൂടെ എത്തിക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, ടീമിനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്ന് ഒരു ടീം മീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്താണ്? ടൈമിംഗ് ഫ്ലെക്സിബിൾ ആണ്. അല്ലെ? ഇപ്പോ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് എന്നൊരു ബൂസ്റ്റർ വെച്ചു, അല്ലെ? ഈ ഒരു 21ാമത്തെ ബൂസ്റ്ററിൽ എനിക്ക് ഒരു അവസരം തന്ന ലീഡേഴ്സിന് നന്ദി പറയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം, ഇപ്പം എന്നോട് പറയാണ് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്തെ സരിത മാഡം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറയുമോ? അല്ല. അപ്പോ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമുക്കത് ചെയ്യണ്ട. എന്താണ്? നമുക്ക് അതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ സമയത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെ? ഇവിടെ വിദ്യാഭ്യാസം കുറവുള്ള എത്ര പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, അല്ലെ? അവർക്ക് ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച്, ബിസിനസിനെ കുറിച്ച് പഠിച്ച് എന്താണ് ഫിജിക്കാർട്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ലക്ഷങ്ങളും കോടികൾ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. നോ വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ്. അതേപോലെ ഇവിടെ ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ഓക്കെ, ഇവിടെ സ്ക്രീനിലിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, അല്ലെ? ഇപ്പം ജെൻസ് ആയിട്ടുള്ള സാർമാരുണ്ട്, ലേഡീസ് ആയിട്ടുള്ള മാംമാരുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കാറ്റഗറിയിലായിരിക്കും. ഒരാൾ ചിലപ്പോൾ ബാങ്കിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഒരാൾ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ആശാരിപ്പണി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. എല്ലാവരുടെയും വിദ്യാഭ്യാസം എന്താണ്? വ്യത്യസ്തമാണ്, അല്ലെ? അപ്പോ നമുക്കിവിടെ ആർക്കും എഡ്യൂക്കേഷന്റെ പ്രശ്നം പറയുന്നില്ല, വർക്കിന്റെ എക്സ്പീരിയൻസും ചോദിക്കുന്നില്ല. അതേപോലെ നോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. മാം സ്ക്രീൻ പോയി. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല മാം, സ്ക്രീൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ അല്ല? ഇല്ല മാം. എല്ലാവർക്കും എല്ലാവർക്കും ആരോ സ്ക്രീൻ ഷെയറിൽ തൊട്ട് തോന്നുന്നുണ്ട് മാം. അതെ, വൈറ്റ് ബോർഡ് ഓൺ ആയിരിക്കണം. വൈറ്റ് ബോർഡില് സ്ക്രീൻ ഷെയർ എന്ന് കാണിക്കുന്നുണ്ട് മുകളില്. അത് മാഡത്തിന് മാത്രമാണോ ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഉണ്ടോ? മെസ്സേജ് ഇടുന്നുണ്ട് മാം, എല്ലാവരും കിട്ടുന്നില്ല എന്നിട്ട്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശ്രീജ രാജു മാമാണ് കാണിച്ചു തോന്നുന്നു, അറിയില്ല. ഓക്കെ ഓക്കെ, ചിലപ്പോ അത് റേഞ്ച് പോയ പ്രശ്നമായിരിക്കാം. ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആണോ? അപ്പോ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതാണ് ഈ പറഞ്ഞ പോയിന്റ്സുകൾ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അൺലിമിറ്റഡ് ഇൻകം, നോ ഇൻവെസ്റ്റ്മെന്റ്, ഫ്ലെക്സിബിൾ ടൈം, നോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നോ വർക്ക് എക്സ്പീരിയൻസ്, നോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഒരുപാട് പേരുണ്ടാവും, ബോസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെന്നുള്ളത്. ഓക്കെ. മോണിറ്ററിംഗ് അതോറിറ്റി, അതായത് കേരള ഗവൺമെന്റ് ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി, ഇത് കുറേ പേർക്ക് അറിയില്ല കേട്ടോ. ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, അധികം നെഗറ്റീവ് ഇല്ല, എന്നിരുന്നാൽ പോലും ഇത് ലീഗൽ ആണോ, ഇത് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ കുറെ വന്നു, കുറച്ച് ക്യാഷ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ സെഷൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്, പിന്നെ അതിന്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ പോകുന്നുണ്ട്, പിന്നെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 2025
19-ാം തീയതി ഇതിനായിട്ട് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ സാറാണ് അല്ലെ, മിനിസ്റ്റർ ആയിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്തത്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ ഒരു എന്താണ് പോസ്റ്റർ നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, അതായത് ഡയറക്ട് സെല്ലിങ്ങിന് ഒരു മാർഗരേഖ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ കേരളമാണ് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു കോട്സ് ഇടാൻ കാരണം എന്താണെന്നറിയോ? കുറേ പേര് ഞാൻ മുമ്പ് ചിന്തിച്ച കാര്യം, ഈ പണമൊക്കെ ഇഷ്ടം പോലെയുള്ള ആളുകൾ എന്തിനാ വീണ്ടും പണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് പോണത്? അവനവന് വേണ്ട പണം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ അടുത്ത ആളുകൾക്ക് അല്ലെ. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ, അതായത് 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ച ഒരു കാര്യമാണ്. അംബാനി അല്ലെ ഒരുപാട് പണം ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ ഇന്ത്യ ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സോഷ്യൽ പാഠബുക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. അപ്പം അതിൽ വായിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ പറയണ സമയത്ത് ഇവർക്ക് കുറച്ച് ക്യാഷ് എല്ലാ ജനങ്ങൾക്കും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പട്ടിണി മാറുമല്ലോ, ഇവരുടെ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോസിബിൾ അല്ല അല്ലെ. ഇപ്പൊ എല്ലാവരും എന്ത് പറഞ്ഞാലും ഞാൻ പണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യണത്, എനിക്ക് കുറച്ച് സമാധാനം വേണം അല്ലെ. സമാധാനം വേണം, പക്ഷെ ഈ സമാധാനം വരണമെങ്കിൽ എന്ത് വേണം? പണം വേണം അല്ലെ. ഇപ്പൊ പണം വലുതെന്ന് പറയുന്നവരിൽ പലരും പണത്തോട് ആർത്തിയുള്ളവരല്ല, മറിച്ച് പണമില്ലാത്തതിന്റെ പേരില് അവർ അനുഭവിക്കേണ്ടി വന്ന ജീവിതത്തിലെ സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്കൊരു ഹോസ്പിറ്റൽ കേസോ നമ്മൾക്കൊരു ക്യാഷിന്റെ അത്യാവശ്യമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടിട്ട് ഇരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല അല്ലെ. പണമുള്ളവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷെ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴായിരിക്കും അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെയിലി പോയി വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന, ഡെയിലി പണിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം പണിക്ക് പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ആ ഒരു വ്യക്തിക്ക് ജലദോഷമോ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് വരുമാനം അവരുടെ നിലച്ചു എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം പല ആളുകളും ഇതിലിരിക്കുന്ന ഓരോരുത്തരും. അപ്പൊ എന്തിരുന്നാലും ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കി 1 വർഷമായി 2 വർഷമായി ഇതിൽ എനിക്ക് വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളവിടെ എന്താ പറയാ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഒരു ബിസിനസ് ആയത് കൊണ്ട് തന്നെ നമ്മൾ തുടക്കം കുറിക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു കൃഷി, ഒരു പാടം നമ്മൾ ഉഴുതിട്ട സമയത്ത് ഉഴുതിട്ട ഉടനെ നമുക്ക് അതിന്ന് കതിരായി കിട്ടണ കാര്യമല്ല അല്ലെ. ആ പാടം ഉഴുത് അതിൽ നമ്മൾ വിത്ത് വിതച്ച് അതിന് വെള്ളവും വളവും ഒക്കെ വേണ്ട പോലെ ചെയ്ത് ഞാറ് വന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അതിന്റെ ശേഷമായിരിക്കും കതിർ വന്ന് അല്ലെ. ഒരു ആ പച്ചപ്പിൽ നിന്ന് ഒരു മഞ്ഞ കതിരായി മാറണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു സമയമുണ്ട്. പിന്നെ അതിന്ന് കിട്ടുന്ന നല്ലൊരു വിഹിതം, അതായത് തുടക്കം കുറിക്കുമ്പോൾ കുറച്ചൊരു എമൗണ്ടാണ് ഇറക്കണമെങ്കിൽ അതിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കാം. അതിപ്പോ ഏത് ബിസിനസ് ആണെങ്കിലും. അപ്പൊ തുടക്കം കുറിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പണം ഉണ്ടാക്കാനുള്ള സ്രോതസ് അല്ലെങ്കിൽ പണം ഇതിലൂടെ അത് കൂട്ടാനുള്ള സ്രോതസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പണം എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ആർത്തിയായിട്ട് പോകണമെന്നല്ല ഞാൻ പറയണത്, പക്ഷെ ഇതിന് ക്യാഷിന് ക്യാഷ് തന്നെ വേണം. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കോഴ്സ് ഇട്ടത് കേട്ടോ. എന്താണ് ഈ ഒരു MLതിനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്നുള്ളത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ടൈം ഫ്രീഡം ഉണ്ട്, അതേപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പാസീവ് ഇൻകം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് അതിലില്ലാത്ത പോയിന്റ് ഇതിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ വെച്ചത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരാള് ഒരു ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന വരുമാനത്തിലുപരി ആ ജോലിയോടൊപ്പം, ഇപ്പൊ എന്റെ എക്സാമ്പിൾ എന്റെ ബ്രദർ വിഷ്ണുദാസ് സാറ്, ബ്രദർ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ജോലിക്ക് പോയി അതിനോടൊപ്പം തന്നെ ഫിസിക്കായിട്ട് ചെയ്യണത് കൊണ്ട് എന്താ, ആൾക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെ, ഒരു പാസീവ് ഇൻകം അതിന് കിട്ടുന്നത് അല്ലെ. അപ്പോ അതുപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിനാ മാത്രമായിട്ട് സമയം കണ്ടെത്തുന്നവരാണെങ്കിൽ വലിയൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗ്ലോബൽ മാർക്കറ്റ് അല്ലെ, ഇവിടെ നോക്കുക, കേരളത്തിലോ ഇവിടെയുള്ള ജില്ലകളിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ മാത്രമല്ല, നമ്മൾ ഇന്ത്യ വിട്ടുപോലും ഈ ഒരു ബിസിനസ്സിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സെൽഫ് പ്രൊപ്പറേഷിപ്പ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓണർഷിപ്പ്, നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വലുതാക്കി നല്ലൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ആ ബിസിനസിനെ വലുപ്പത്തില് കുറെ ഏരിയകളിൽ, ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താ പറയാ നല്ലൊരു ടോപ്പിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ സെൽഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പറേഷിപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. ബിൽഡിംഗ് റിലേഷൻഷിപ്പ് അല്ലെ,
നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സ്ക്രീനിൽ ഒരുപാട് പേരുണ്ട്, ചേച്ചിമാരുണ്ട്, ഏട്ടന്മാരുണ്ട്, പ്രായത്തിലുള്ള ആളുകളുണ്ട്, അനിയന്മാരുണ്ട്, അല്ലെ, അനിയത്തിമാരുടെ പ്രായത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സാർ മാഡം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഓക്കെ. പക്ഷെ ഈ ഒരു സ്ക്രീനില് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ കോഴിക്കോട് ഇരിക്കുന്ന ആളായിക്കോട്ടെ, തൃശ്ശൂരും പാലക്കാടും മറ്റുള്ള ജില്ലകളിൽ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, അതർ സ്റ്റേറ്റിൽ വരെ ഇരിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. ഓക്കെ. അപ്പോ മറ്റുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്, അതല്ലേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എന്നെ തന്നെ ഞാൻ പറയുന്നത്, അല്ലെ, ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനും ഒന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കാനും, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ തുറന്ന് എന്റെ ഹസ്ബൻഡിനോടാണെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നതൊക്കെ ഇതാണ്, ഫിജിക്കാർട്ടാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനുണ്ട്. ലീഡർഷിപ്പ് എംപവർമെന്റ്, അല്ലെ, ഇംപ്രൂവ്മെന്റ്, അതായത് ലീഡർഷിപ്പിനുള്ള ഇംപ്രൂവ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ്? ഇപ്പം ശാന്ത മാം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി അടുത്ത റാങ്കും എത്തി, അല്ലെ, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് റാങ്കിലും എത്തി. ആള് ഇനി താമസിയാതെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്കാണ് എത്തുന്നത്. ആളുടെ ഒരു ലീഡർഷിപ്പ് ഒന്ന് നോക്കി നോക്കൂ, അല്ലെ, ഒരു ചെറിയൊരു ടീമിനെ കൊണ്ടുവന്ന് ആ ടീമിലുള്ള അംഗങ്ങളെ അവിടെ ലീഡർഷിപ്പിൽ എത്തിച്ച് അടുത്ത റാങ്കിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ലീഡർഷിപ്പ് എന്താണ്, ഇംപ്രൂവ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഒരു MLM-ത്തിന്റെ പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഹെൽപ്പിംഗ് അതേഴ്സ്, അല്ലെ, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ആഗ്രഹം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക എന്താണ്, എനിക്കൊരു പോലീസുകാരി ആവണം എന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് എക്സാംസും അതിന്റെ മെഡിക്കലും ഫിസിക്കലും ഒക്കെ ഞാൻ പാസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ കുറച്ച് പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസും ബാക്കിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിൽ പോവാൻ സാധിച്ചിട്ടില്ല. അതായത് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ അതിനുശേഷം അത് വിളിച്ചിട്ടില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്കിപ്പം എന്തുകൊണ്ട് പോലീസുകാരി ആവാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തരുന്ന വാല്യൂ, റെസ്പെക്ട്, ഒന്നാമത്തെ കാര്യം. രണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണല്ലോ പോലീസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്. പക്ഷെ ഇന്ന് അറിഞ്ഞും അറിയാതെയും, അല്ലെങ്കിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു വരുമാനം എത്തിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. എനിക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് അവർക്ക് വരുമാനം എത്തിക്കുന്നതിനോടൊപ്പം നമ്മളും വളരെയാ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഹെൽപ്പ് മാത്രമല്ല, ഇപ്പൊ മുമ്പാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവാന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇല്ലാത്ത ആളുകൾക്ക്, ഇപ്പം സതി സാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഫിജിക്കാർട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് പാവപ്പെട്ട ഒരാൾക്ക് 1-2 പേർക്ക് ഒരു വീട് വെക്കാനൊരു ഇത് നമുക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു കൂലിപ്പണി എടുത്തതുകൊണ്ടോ ഒരു ജോലിക്ക് പോയത് കൊണ്ടൊന്നും എത്ര വർഷം പണിയെടുത്താലും ചിലപ്പോൾ ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാ? ഇത് ബിസിനസ് ആണ്, അല്ലെ? ഈ ഒരു ബിസിനസ്സിൽ 5-6 വർഷം കൊണ്ട് എന്തായാലും വിജയിക്കുന്നുള്ളത് നമുക്ക് ഷുവർ ആണ്, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇന്നുള്ള NSTM റാങ്കിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, എല്ലാ റാങ്കിലും അതിന്റെ താഴെയുള്ള ഓരോ റാങ്കിൽ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, എല്ലാവരും അറിയുന്നുണ്ട്, അല്ലെ? അതായത് ഇപ്പൊ ഒരു സിനിമാ നടി കഴിഞ്ഞ ദിവസം പിഷാരടി എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു. അവിടെ അമ്പലത്തിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ആള് പാലക്കാട് ജില്ലയിലൊക്കെ വന്ന സമയത്ത് അവരൊക്കെ കണ്ടിരുന്നു. അപ്പൊ ആ സെലിബ്രിറ്റി പറയുന്നത് എന്താണ്, കോമഡി ഷോകളിലും സിനിമയിലൊക്കെ ഉള്ള ആളാണ്. നേരെ മറിച്ച് ഇപ്പം എല്ലാ ജില്ലകളിൽ പോയാലും ഇന്ന് നമ്മുടെ പവർഫുൾ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളും, ഇപ്പൊ സവിത മാഡം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വപ്ന മാഡം ആയിക്കോട്ടെ, പ്രവീൺ സാർ ആയിക്കോട്ടെ, നിരവധി ലീഡേഴ്സ് ഉണ്ട്, അല്ലെ? ഈ ലീഡേഴ്സ് ഒക്കെ എവിടെ എത്തുമ്പോഴെന്താണ്, എല്ലാവരും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റില് അവരെ സെലിബ്രിറ്റി ആക്കിയിട്ടുണ്ട്, അല്ലെ? ഈവൻ നമ്മളെ പോലും, നമ്മൾ പല ഇടങ്ങളിൽ പോണ സമയത്ത് അടുത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് സ്റ്റാറ്റസ്, മറ്റുള്ളവരുടെ സ്റ്റാറ്റസിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പരിചയം ഉണ്ടാവുമായിരിക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടെ നമുക്ക് ഇവിടെ MLM-ത്തിൽ കിട്ടുന്നുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ. ഓക്കെ. ഇവിടെ ഞാൻ കുറെ റൗണ്ട് കണ്ടോ, അതായത് ആ റൗണ്ടിനുള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയോ? കംഫർട്ട് സോൺ, ഏറ്റവും താഴെയുള്ളത് കംഫർട്ട് സോൺ ആണ്. നമ്മളൊക്കെ, അതായത് ഞാനിപ്പോ ഫിജിക്കാർട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയണത്. എന്നെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയണേ കേട്ടോ. അതായത് ഒരാൾ കൊണ്ടുവരുന്നുണ്ട്, അതായത് ഞാൻ ബാങ്ക് ജോലിക്ക് പോണതിന്റെ മുമ്പാണ് ഞാൻ പറയണത്. അതായത് ഒരാൾ കൊണ്ടുവരുന്നുണ്ട്, ഫാമിലിയിൽ വേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ ഒരു കംഫർട്ട് സോണിൽ അത് മതിയെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഓക്കെ. ആ ഒരു ടൈം നമുക്ക് മതിയോ? പോരാ, അല്ലെ? നമ്മൾ കുടുംബമായി, ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു, കുറെ അധികം ബാധ്യതകളൊക്കെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ബ്രേക്ക് ചെയ്യാതെ വഴിയില്ല.
അപ്പൊ നമ്മൾ ഫിജിക്കാട്ടുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇരിക്കണ കംഫർട്ട് സോണിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അതിന് വേണ്ടത് എന്താണ്? നിങ്ങളുടെ പേടി അങ്ങോട്ട് മാറ്റുക, ആ ഫിയർ സോൺ അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റുക. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തയ്യാറാവുക, ലേണിംഗ് സോണിലേക്ക് എത്തുക. മനസ്സിലാവുണ്ടോ? അത് വളർത്തുക, ഗ്രോത്ത് സോണിലേക്ക് എത്തിക്കുക, അങ്ങോട്ട് സക്സസ് ആവുക. ഓക്കെ, ഇതാണ് ആ പിക്ചർ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, പേടി, ഫിയർ സോൺ എന്ന് പറയുന്നത് നമ്മുടെ പേടികളൊക്കെ മാറ്റി. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ പറയാനുള്ളത്, തെറ്റാണെങ്കിലും ഇവിടെ ശരിയാക്കാൻ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു മാറ്ററിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വെക്കൂ. ആ മാറ്ററിനെ കുറിച്ച് നമ്മൾ എന്താണെന്നുള്ള വിഷയം നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ലീഡറോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിധി അങ്ങോട്ട് മാറിയാലാണ് നമ്മളൊരു വ്യത്യസ്തമാവുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല, എനിക്ക് പേടിയാണ്, ഇതൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇപ്പൊ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആൾക്കാരുണ്ടല്ലോ, അവരെ പോലെ എനിക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. എത്താൻ പറ്റുന്ന രീതിയിൽ അവിടെ എക്സ്പ്രസ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ പേടി മാറ്റിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം. മനസ്സിലാവുണ്ടോ? ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയും നമ്മൾ എത്താൻ പോകുന്നില്ല. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പറയാൻ അറിയില്ലേ, നമ്മൾ വായ കൊണ്ട് സംസാരിക്കാൻ നമുക്ക് അറിയില്ലേ, അത് മതി നമുക്ക് വിജയിക്കാൻ. മനസ്സിലാവുണ്ടോ? പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ടല്ലോ. ഏത് ലാംഗ്വേജ് ആണ്? ഇപ്പൊ നിങ്ങൾക്ക് തമിഴേ അറിയുള്ളൂ, തമിഴിൽ പറയുക. മലയാളമാണ് അറിയുള്ളൂ, അതിൽ പറയാ. ഹിന്ദിയിലാണ് അറിയണത്, ഹിന്ദിയിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്കുള്ള കംഫർട്ട് സോണും പേടിയുള്ള ആ ഒരു സോണ് ലേണിംഗ്, അതായത് പഠിക്കാൻ തയ്യാറാവും. ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറ്റയടിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയല്ല, ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വന്ന് അത് കൂടുതൽ അറിവാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ഗ്രോത്ത് സോണും കൂടിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ വിജയത്തിൽ എത്തും എന്നുള്ളതാണ്. നമ്മൾ ഈ വിജയത്തിൽ എത്തുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഫിജിക്കാർഡിൽ വന്നു, ജോയിൻ ചെയ്തു. ഞാൻ വന്ന ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ടുള്ള ആളുകളോടല്ല നമ്മൾ പറയണേ കേട്ടോ, കുറച്ചായിട്ടുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കണുണ്ടോ മുകളിൽ? എഫേർട്ട് പ്ലസ് റോങ് ടൂൾ ഈസ് നോ റിസൾട്ട്. അതായത് അവിടെ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൊരു സ്ക്രൂ ഉണ്ട് അല്ലെ? ഈ സ്ക്രൂവിനെ, ആ സ്പാനർ അല്ലേ ആ സാധനം, ആ സ്പാനർ ഇട്ട് പൊക്കിക്കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല അല്ലെ? നമുക്ക് എന്താ വേണ്ടത്? അതിന് സ്ക്രൂ ഡ്രൈവർ വേണം അല്ലെ? അപ്പൊ നമ്മൾ ഉപയോഗിക്കണ എഫേർട്ട് പ്ലസ് റോങ് ടൂൾ, അതിനാണ് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള ടൂള് റോങ് ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുന്നതിനോടൊപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളതാണോ ഉപയോഗിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടാവും? റിസൾട്ടും വരും, സക്സസും. ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ, ഇത് എന്നും കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്നും ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അതായത് സ്വന്തമായിട്ട് അവനവന്റെ ആരോഗ്യം ആയിക്കോട്ടെ, ഹെൽത്തിനെ നമ്മൾ നോക്കണമല്ലോ, എന്നാലല്ലേ എന്തെങ്കിലും ഉണ്ടാക്കിയാലും ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതം കഴിഞ്ഞു പോയാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആണല്ലോ അല്ലെ? അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ സെൽഫ് ആയിട്ടുള്ളത് വേണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇതില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഒരു കാര്യം തീരുമാനം എടുക്കാത്തതും, തീരുമാനം എടുത്തത് പ്രോപ്പറായി ചെയ്യാതെ അത് അതായത് വിജയം കാണുന്നത് വരെ നമ്മൾ അത് തുറന്നു കൊണ്ട് പോവാത്തതിന്റെ കാരണം സെൽഫ് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ, അതായത് രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, എണീച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആ സമയത്തിന് ശേഷം ഞാൻ ബിസിനസിന് വേണ്ടിയിട്ട്, ഫിജിക്കാർഡിന് വേണ്ടി നമ്മൾ എത്ര സമയം കണ്ടെത്തുന്നുണ്ട്, കറക്റ്റ് ആയിട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടാണ് വർക്ക് ബുക്ക് എഴുതുന്നത്, എന്റെ ടീമിലുള്ള വന്ന ആളുകൾക്ക് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ കാര്യം നോട്ട് ചെയ്ത് വെക്കുകയും വേണം, നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കുകയും വേണം. അപ്പൊ സെൽഫ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ കണ്ടു പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ വരും. മനസ്സിലാവുണ്ടോ? ഇപ്പം ഹെൽത്ത് ഞാൻ നോക്കുക എന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഹെൽത്ത് ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലാവുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളും ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും ഉള്ളത് കേരളത്തിലാണ്. ആളുകളെ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്നതും മാരകമായിട്ടുള്ള അസുഖം വന്നുകൊണ്ടിരിക്കുന്നതും കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം വീട്ടിലുള്ള ഫുഡ് ഉപയോഗിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ കമ്പനി പ്രൊമോഷന് വേണ്ടി പറയില്ല, ജ്യൂസ് ഐറ്റംസ് ഒക്കെ നല്ല റിസൾട്ട് ഉള്ള സാധനങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ നമ്മൾ കമ്പനി പറഞ്ഞിട്ടുള്ള സിസ്റ്റം വൈസ് എന്താണോ നമ്മുടെ ലീഡേഴ്സ്
വിജയിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അത് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതും നമ്മൾ ആദ്യം ഏറ്റെടുക്കുക. നമ്മൾ സെൽഫ് ഡിസിപ്ലിനോടെയാണോ ഇരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക, അതുപോലെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കോട്സ് ആണ് കേട്ടോ. ഞാൻ എല്ലാ സെഷനിലും ഉൾപ്പെടുത്തുന്ന ഒരു വേർഡ്സ് ആണ്. ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അല്ലെ, നമ്മുടെ ചിന്താഗതിയല്ല ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ നാളേക്ക് ഞാൻ ചെയ്യാം, ഇന്ന് എനിക്ക് മടിയാണ് അല്ലെ. ഒരാളോട് സംസാരിച്ചതോ, ഒരാൾക്ക് മെസ്സേജ് അയച്ചതോ, ഒരാളെ ഫോളോ അപ്പ് ചെയ്യാനുള്ളതോ, എൻ്റെ ഒരു പാർട്ട്ണർ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാനോ, അവരാരൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ട, അവർക്ക് എന്തൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിൽ ഇരിക്കുന്നതാണോ എന്ന് വിളിച്ചു ചോദിക്കാനോ പറയാനോ ഒന്നിനുള്ള ഒരു മൈൻഡ് നമുക്ക് വരാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാവാത്തതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? അതിപ്പം ബിസിനസ്സിൽ മാത്രമൊന്നല്ല, ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് ആയിരിക്കണം. ആ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ ചേഞ്ച് ആവും. അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ, ഇപ്പൊ സവിത മാം എന്നും പറയാറുള്ള ഒരു കാര്യമാണല്ലേ, അതായത് നിങ്ങൾ നടക്കില്ല 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 എന്നുള്ള ഒരു കാര്യം 100 പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ അത് നടക്കാതെ തന്നെ പോകുന്നുള്ളത്. എന്നാ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇരുന്നാൽ പോലും നടക്കും നടക്കും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഒരു 4-5 ദിവസമായിട്ട് പനിയും കാര്യങ്ങളായിരുന്നു, കുട്ടികൾക്കും പനിയായിരുന്നു. ഇന്ന് എനിക്ക് പാലക്കാട് ഒരു സ്ഥലത്ത് എത്താനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് പറ്റും, എന്നെ കൊണ്ട് അവിടെ എത്താൻ പറ്റും, ഇന്നത്തെ ബൂസ്റ്റർ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എന്റെ മൈൻഡിനെ ഞാൻ പലതവണ പറഞ്ഞതായപ്പോഴാണ് ഇന്ന് ഓക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വില്യം സാറിന്റെ വലിയൊരു കോഴ്സ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. ഓക്കെ, ശാന്ത മാം ഓക്കെ ആണോ മാം? ഓക്കെയാണ് മാം, കാണുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ എടുക്കുള്ളൂ, ഞാൻ വേഗം ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട ഫിജിക്കാർഡ് ഫാമിലിക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയാണ്. ഒരുപാട് പേര് എന്താ പറയാ ക്യാമറ ഓൺ ചെയ്ത് ക്ഷമയോടുകൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. നോമ്പ്, അതായത് ഇന്നും നോമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് പേര് ഇതില് പെരുന്നാള് തിരക്കില് ടൂറും കാര്യങ്ങളൊന്നും അടിക്കാതെ ഈ ഒരു